നമസ്തേ. CBSE 9ാം ക്ലാസ്സിലെ NCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള സംസ്കൃതത്തിൻ്റെ ഏറ്റവും പുതിയ പാഠപുസ്തകമാണ് ശാരദ. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൂടെ അതിലൊന്നാമത്തെ പാഠമായിട്ടുള്ള സത്യം ശിവം സുന്ദരം എന്നുള്ള ഭാഗം നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പാഠഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി കണ്ട ശേഷം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഛാത്രാഹ മിലിത്വ പൃഥക് പൃഥക് പഞ്ചാനാം ഛാത്രാണാം ലഘുസമൂഹ നിർമ്മായ യതിഗതി ലയപൂർവകം ഗീതഗാനസ്യ അഭ്യാസം കരിഷ്യന്തി. അപ്പോൾ കുട്ടികളോട് ആ പാഠഭാഗത്തിലെ പദ്യങ്ങൾ, ശ്ലോകങ്ങൾ ആലപിക്കാനാണ്, നല്ല ശ്രുതിലയ താളത്തോടു കൂടി ആലപിക്കാനാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഏകപദേന ഉത്തരം ലിഖത. ഒറ്റ വാക്കിലാണ് ഉത്തരം എഴുതേണ്ടത്. ജ്ഞാനപുഞ്ച പ്രഭാദർശകം കിം. ജ്ഞാനപുഞ്ച പ്രഭാദർശകം എന്താണ്? ഉത്തരം ഓൾറെഡി തന്നിട്ടുണ്ട്, സംസ്കൃതം. ഒന്നാമത്തെ: സംസ്കൃതം കസ്യാഹ സാധകം. സംസ്കൃതം ആരുടെ സാധകമാണ്? ഉത്തരം ഭാരതീയൈകതായാഹ. ഭാരതത്തിൻ്റെ ഏകതയുടെ സാധകമാണ്. രണ്ടാമത്തെ: സർവദാ സംസ്കൃതം കസ്യ സന്തോഹതം. എപ്പോഴും സംസ്കൃതം എന്തിൻ്റെ കൂട്ടായ്മയാണ് നൽകുന്നത്? ആനന്ദസ്യ, ആനന്ദത്തിൻ്റെ. അടുത്തത്: സംസ്കൃതം കസ്യ പ്രേരണാദായകം. എന്തിൻ്റെ പ്രേരണയാണ് നമുക്ക് നൽകുന്നത്? സത്പഥസ്യ, നല്ല വഴിക്ക് പോകാനുള്ള പ്രേരണയാണ് നൽകുന്നത്. സംസ്കൃതം കാസാം പരിഷ്കാരകം. എന്തിൻ്റെ പരിഷ്കാരകമാണ്? സർവവാണീനാം, എല്ലാ വാക്കുകളുടെയും പരിഷ്കാരമാണ്. കസ്യ വിസ്താരകം സംസ്കൃതം. അടുത്ത ക്വസ്റ്റ്യൻ: എന്തിൻ്റെ വിസ്താരകമാണ് സംസ്കൃതം? വിശ്വബന്ധുത്വസ്യ എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ വിശ്വബന്ധുത്വത്തിൻ്റെ വിസ്താരകമാണ് സംസ്കൃതം. അടുത്തത് മൂന്നാമത്തെ: അധോലിഖിത പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖത. പൂർണ്ണമായിട്ടുള്ള വാക്യത്തിലാണ് എഴുതേണ്ടത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സർവതഃ കസ്യാഹ സംസ്ഥാപകം സംസ്കൃതം. അപ്പോൾ ഉത്തരം ശാന്തേഹ എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒറ്റ വാക്കിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ സർവതഃ ശാന്തേഹി സംസ്ഥാപകം സംസ്കൃതം എന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. അതായത് ക്വസ്റ്റ്യൻ വേർഡായിട്ടുള്ള കസ്യാഹ എന്നുള്ള അവിടെ അതിന് പകരം എന്തെഴുതണം? ശാന്തേഹി എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം: കീദൃശം വ്രതം സംസ്കൃതം. എങ്ങനത്തെ വ്രതമാണ് സംസ്കൃതം? അപ്പോൾ ഉത്തരം കീദൃശം എന്നുള്ള വേർഡിന് പകരം റീപ്ലേസ് ചെയ്തിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. ഉത്തരം എന്താണ്? ത്യാഗസന്തോഷ സേവാരൂപം. അപ്പോൾ ഉത്തരം കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ ത്യാഗസന്തോഷ സേവാരൂപം വ്രതം സംസ്കൃതം, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ കീദൃശം എന്നുള്ള സ്ഥാനത്ത് ഉത്തരം കറക്റ്റായിട്ട് എഴുതി കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. മൂന്നാമത്തെ: കയോഹു സമ്മേളനം സംസ്കൃതം. ആര് തമ്മിലുള്ള സമ്മേളനമാണ് സംസ്കൃതം? ജ്ഞാനവിജ്ഞാനയോഹു. ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സമ്മേളനമാണ് സംസ്കൃതം. അപ്പോൾ ജ്ഞാനവിജ്ഞാനയോഹു സമ്മേളനം സംസ്കൃതം എന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. അടുത്തത്: സംസ്കൃതം കസ്യ ചമത്കാരകം. അപ്പോൾ എന്തിൻ്റെ ചമത്കാരകമാണ്? കസ്യ എന്നുള്ള അവിടെയാണ് ഉത്തരം എഴുതേണ്ടത്. വിശ്വചേതസഹ, വിശ്വചേതത്തിൻ്റെ. അപ്പോൾ സംസ്കൃതം വിശ്വചേതസഹ ചമത്കാരകം എന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. ലാസ്റ്റ് വൺ: കേഷാം യശഃ സ്മാരകം സംസ്കൃതം. അപ്പോൾ ആരുടെ കീർത്തിയാണ് സ്മാരകമായിട്ടുള്ളത് സംസ്കൃതം? അസ്മാകം പൂർവജാനം, നമുക്ക് മുമ്പ് ജനിച്ചവരുടെ കീർത്തിയാണ് സ്മാരകമായിട്ടുള്ളത്. അപ്പോൾ അസ്മാകം പൂർവജാനം യശഃ സ്മാരകം സംസ്കൃതം എന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. അടുത്തത്: റിക്തസ്ഥാനാനി പൂരയന്തു ഡാഷ് കാരകം സംസ്കൃതം. നമ്മുടെ പദ്യം നോക്കിയിട്ടാണ് എഴുതേണ്ടത്. സർവഭൂതൈകതാ കാരകം സംസ്കൃതം. ഫസ്റ്റ് വൺ എക്സാമ്പിൾ ആയിരുന്നു. ഫസ്റ്റ് വൺ നോക്കാം. ഡാഷ് സമ്പാദകം സംസ്കൃതം. ഭാരതീയത്വ സമ്പാദകം സംസ്കൃതം. അടുത്തത്: ഡാഷ് ദർശകം സംസ്കൃതം. ജ്ഞാനപുഞ്ച പ്രഭാദർശകം സംസ്കൃതം. അടുത്തത്: ഡാഷ് സംസ്കാരകം സംസ്കൃതം. സർവമസ്തിഷ്ക സംസ്കാരകം സംസ്കൃതം. അടുത്തത്: കർമ്മദം ഡാഷ് ഭക്തിദം സംസ്കൃതം. കർമ്മദം ജ്ഞാനദം ഭക്തിദം സംസ്കൃതം. അടുത്തത്: സത്യനിഷ്ഠം ഡാഷ് സംസ്കൃതം. സത്യനിഷ്ഠം ശിവം സുന്ദരം സംസ്കൃതം. ലാസ്റ്റ് വൺ: ശബ്ദലാളിത്യ ഡാഷ് സംസ്കൃതം. ശബ്ദലാളിത്യ ലീലാവനം സംസ്കൃതം. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത്: മഞ്ജുഷായാഹ പദാനി ഉപയുജ്യ ഷഡ്വാക്യാനി രചയത. ഇവിടെ മഞ്ജുഷയിൽ ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. വാണി പരിഷ്കാരിക, ഏകത, സർവതഃ, സേവ, സുന്ദരം, പൂർവജാനാം, സത്പഥേ പ്രേരയിതും, നല്ല വഴിക്ക് പോകുന്നതിനായിട്ട് പ്രേരിപ്പിക്കുന്നതിനായിട്ട്, വിശ്വകല്യാണായ, വിശ്വ ലോകത്തിൻ്റെ കല്യാണത്തിന് സുഖത്തിന് വേണ്ടിയിട്ട്, ത്യാഗസ്യ, ത്യാഗത്തിൻ്റെ, സന്തോഷസ്യ, വിശ്വബന്ധുത്വ വിസ്താരകം, വിശ്വബന്ധുത്വം എന്നുള്ള ഭാവന എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു വാക്കുകൾ ഉപയോഗിച്ചിട്ട് എക്സാമ്പിൾ പോലെ 6 സെൻറ്റൻസ് എഴുതുക. എക്സാമ്പിൾ എന്താണ്? വാണി പരിഷ്കാരിക സംസ്കൃത ഭാഷ ഭവതി. അപ്പോൾ ഈ ഭവതി, അസ്ഥി എന്നുള്ള പദങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ച് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഭവതി, അസ്ഥി എന്ന് പറഞ്ഞാൽ ആകുന്നു, ആണ് എന്നുള്ള അർത്ഥമാണ് മലയാളത്തിൽ വരുന്നത്.
ഒന്നാമത്തെ വിശ്വബന്ധുത്വ വിസ്താരകം സംസ്കൃതം അസ്തി. രണ്ടാമത്തെ ത്യാഗസ്യ സന്തോഷസ്യ സേവായാഹ ച വ്രതം സംസ്കൃതം അസ്തി. അടുത്തത് ഭാരതീയാനാം ഏകതാസാധകം സുന്ദരം സംസ്കൃതം അസ്തി. സർവതഃ ശാന്തി സംസ്ഥാപകം സംസ്കൃതം അസ്തി. പൂർവജാനാം യശഃ സ്മാരകം സംസ്കൃതം അസ്തി. അസ്മാൻ സത്പഥേ പ്രേരയിതും വിശ്വകല്യാണായ ച സംസ്കൃതഭാഷായാഹ അധ്യയനം അവശ്യം അസ്തി. നമ്മെ നല്ല വഴിയിലൂടെ നയിക്കുന്നതിനും ലോകത്തിൻ്റെ സൗഖ്യത്തിനും സംസ്കൃത ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അവശ്യം എന്നുള്ളത് സംസ്കൃതമാണ്, അത്യാവശ്യം എന്നുള്ളത് മലയാളമായി. അടുത്തത് അധോലിഖിതാനാം സമസ്തപദാനാം ഉദാഹരണാനുസാരം വിഗ്രഹം കുരുത. സമസ്തപദം അതായത് കമ്പൈൻഡ് വേർഡായിട്ട് കൊടുത്തിട്ട് നമ്മളത് വിഗ്രഹിക്കണം, സെപ്പറേറ്റ് ആക്കണം. എക്സാമ്പിൾ ഭാരതീയ ഏകതാ സാധകം. എങ്ങനെയാണ്? ഭാരതീയ ഏകതായാഹ സാധകം അങ്ങനെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ ജ്ഞാനപുഞ്ച പ്രഭാദർശകം. ജ്ഞാനപുഞ്ച പ്രഭായാഹ ദർശകം എന്നാണ് എഴുതേണ്ടത്. സർവവാണീ പരിഷ്കാരകം. സർവവാണീനാം പരിഷ്കാരകം എന്നാണ് വരിക. വിശ്വബന്ധുത്വ വിസ്താരകം. വിശ്വബന്ധുത്വസ്യ വിസ്താരകം. സർവഭൂതൈകതാകാരകം. സർവഭൂതൈകതായാഹ കാരകം എന്നാണ് എഴുതേണ്ടത്. ശാന്തി സംസ്ഥാപകം. അപ്പോൾ ശാന്തേഹി സംസ്ഥാപകം എന്നാണ് വരിക. ലാസ്റ്റ് വൺ ജ്ഞാനവിജ്ഞാന സമ്മേളനം. ജ്ഞാനവിജ്ഞാനയോഹോ സമ്മേളനം. അപ്പോൾ ഇവിടെ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സമ്മേളനം എന്ന് പറയുമ്പോൾ ജ്ഞാനവിജ്ഞാനയോഹോ എന്നാണ് വരിക. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഉദാഹരണങ്ങളും തത്പുരുഷ സമാസത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി സമാസം എന്താണെന്നും അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഡൗട്ടുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അടുത്തത് പ്രദത്ത മഞ്ജുഷാതഃ പര്യായ പദാനി ചിത്വ റിക്തസ്ഥാനെ ലിഖിത. പര്യായ പദങ്ങൾ എഴുതാനാണ്. ഫസ്റ്റ് വൺ വിദ്വാംസഃ തേജോരാശയഃ ഭവന്തി. വിദ്വാൻമാർ തേജോരാശികളാണ്, തേജസ്സുള്ളവരാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സൂര്യസ്യ കിരണഃ സർവേഷാം പ്രാണിനാം കൃതേ ഹിതകരഃ ഭവതി. സൂര്യൻ്റെ കിരണങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലതാണ്. അടുത്തത് ഈശ്വരം സ്മൃത്വ ഉല്ലാസഃ ഉപജായതേ. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഉല്ലാസം സംഭവിക്കും. വിദ്യായാഹ മാനം അജരം ഭവതി. വിദ്യായാഹ മാനം അജരം അങ്ങനെയാണ് എഴുതേണ്ടത്. പ്രകൃതേഹി ശോഭ അനുപമ വിദ്യതി. പ്രകൃതിയുടെ ശോഭ അനുപമയാണ്. യത്ര ജഗത് ഏകനീടം ഭവതി. എവിടെയാണോ ജഗത്ത്, ഭൂമി ഒരു കൂട് പോലെ സ്ഥിതി ചെയ്യുന്നത്, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തത് അധോലിഖിതാനാം മേളനം കുരുത. മേളനം ചെയ്യാനാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് വൺ ഭാരതീയൈകതായാഹ എന്നത് ഏതായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? ഭാരതീയൈകതായാഹ സാധകം. അടുത്തത് സത്പഥേ പ്രേരണാദായകമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. സത്പഥേ പ്രേരണാദായകം. മൂന്നാമത്തെ ത്യാഗ സന്തോഷ സേവാരൂപം. ത്യാഗ സന്തോഷ സേവാരൂപം എന്നുള്ളത് എന്തായിട്ടാണ് മാച്ച് ചെയ്യുക? വ്രതമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ജ്ഞാനപുഞ്ച പ്രഭായാഹ ദർശകമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. വിശ്വബന്ധുത്വസ്യ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള വിസ്താരകം. വിശ്വബന്ധുത്വസ്യ വിസ്താരകം. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാഠം നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. ധന്യവാദാഹ.